അപ്പോൾ എന്നാലും ഇതിനകത്ത് ഓണം വിന്നർ എന്ന് പറയാനായിട്ട് നോക്കുവാണെങ്കിൽ കുറച്ച് ഓർക്കുമ്പോഴത്തേക്കും എല്ലാം എനിക്ക് വൻ നിരാശയായിരിക്കും മനസ്സിൽ വരാൻ പോകുന്നത്. തിയേറ്ററിന് തീ ഇടുന്ന നടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണർ റിലീസുകളിൽ 3 പടങ്ങൾ കണ്ട്. അജയൻ്റെ രണ്ടാം മോഷണം, ആൾസോ നോൺ ആസ് ARM, കിഷ്കിന്ദ കാണ്ഡം, ബാഡ് ബോയ്സ്. അപ്പം ഈ 3 പടങ്ങളെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അജയൻ്റെ രണ്ടാം മോഷണം കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടുക്കൻ തിയേറ്റർ എക്സ്പീരിയൻസ്, എല്ലാ അർത്ഥത്തിലും ടെക്നിക്കലി ആൻഡ് എല്ലാ രീതിയിലും പെർഫോമൻസ് വൈസും എല്ലാം കിടിലൻ തിയേറ്റർ മെറ്റീരിയലാണ് അജയൻ്റെ രണ്ടാം മോഷണം. ഒരു മുത്തശ്ശിക്കഥ അല്ലെങ്കിൽ നാടോടിക്കഥയെ എങ്ങനെ ആളുകൾക്ക് എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ കൊമേഴ്ഷ്യൽ ചേരുവകളൊക്കെ ചേർത്ത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ഈ ഒരു സിനിമ കാണിച്ചു തരുന്നുണ്ട്. ഫാൻറ്റസി എലമെൻറ്റും എല്ലാം വരുന്ന രീതിയിലാണ് ഈ ഒരു പടം ഒരുക്കിയിരിക്കുന്നത്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ടൊവിനോ 3 ക്യാരക്ടറിലാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. കുഞ്ഞിക്കേളു, മണിയൻ, പിന്നെ അജയനാണ് ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത്. ഈ 3 ക്യാരക്ടറുകളിൽ മണിയൻ്റെ ക്യാരക്ടർ, എൻ്റെ മോനെ, ടൊവിനോ ആണ് അത് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വിചാരിക്കുന്നതേ ഇല്ല. ടൊവിനോ ആണ് അതെന്ന് നമ്മൾ മറന്നു പോകുന്ന രീതിയിൽ, ഇതുവരെയും നമ്മൾ കാണാത്ത രീതിയിലുള്ള ടൊവിനോയുടെ മാനറിസംസ് ഒക്കെ മാറ്റി വെച്ചിട്ടുള്ള രീതിയിലുള്ളൊരു പെർഫോമൻസ് കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടാണ്. 3 കാലഘട്ടങ്ങളിലാണ് സിനിമ പറയുന്നത്. ഒന്ന് മറ്റേ രാജാവിൻ്റെ കാലഘട്ടം, കൊട്ടാരോ രാജാവിന് വേണ്ടി പോരിന് പോകുന്ന പോരാളി, ആ ഒരു കാലഘട്ടം. പിന്നെ മണിയൻ എന്ന കള്ളൻ്റെ ആ ഒരു കാലഘട്ടം. പിന്നീട് പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന കാലഘട്ടം 90s ആണ്. അതാണ് അജയൻ്റെ ആ ഒരു കാലഘട്ടം. ആദ്യമേ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ടൈറ്റിൽ കാർഡൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്തോ ഒരു വലിയൊരു പടമാണ് കാണാൻ പോകുന്നത് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. സിനിമയിൽ ആദ്യമേ കാണിക്കുന്നത് കുഞ്ഞിക്കേളു എന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ആ കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് എന്തോ ഒരു വാവ് ഫാക്ടർ തരുന്ന, അല്ലെങ്കിൽ ഇതേപോലെയുള്ള പടങ്ങളിൽ കിട്ടേണ്ട ഒരു സാധനം കിട്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇത്രയും വലിയൊരു പടത്തിൽ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്, പ്രത്യേകിച്ച് മാസ് പടങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതേ കണക്ക് വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാക്ക്ഗ്രൗണ്ട് സ്കോർ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പല പടങ്ങളും ഈ ഒരു മാസ് സീൻസും കാര്യങ്ങളൊക്കെ എലിവേറ്റ് ചെയ്യുന്നത് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ആ ഒരു ഹെൽപ്പ് കൊണ്ടാണ്. അങ്ങനെ ഒരു സാധനം, ഒരു പെടയ്ക്കുന്ന ഐറ്റം കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞ് നോക്കി ഇരുന്നപ്പോഴാണ് മണിയൻ്റെ ആ ഒരു എൻട്രി. അന്യായ സാധനം, തിയേറ്ററിന് തീ ഇടുന്ന നടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അമ്മാതിരി കിടിലൻ ഐറ്റം. ശരിക്കും പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഉള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഒരു ഗംഭീര ഒരു ബിഗ് ബഡ്ജറ്റ് പടത്തിന് വേണ്ട രീതിയിലുള്ള, കത്തിക്കുന്ന രീതിയിലുള്ള കിടിലൻ സാധനമാണ് സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പടം തീർന്ന് പോകുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും, അതിങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ഒരു സാധനമാണ് ഇതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മണിയൻ്റെ ക്യാരക്ടർ കാണിക്കുമ്പോഴത്തേക്കും എല്ലാം കിടിലൻ ഐറ്റമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മണിയൻ എന്ന ക്യാരക്ടറിന് വേണ്ടി ടൊവിനോ നന്നായിട്ട് എഫർട്ട് ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു പടം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. കിടിലൻ പടം, ഡോണ്ട് വിസിറ്റ് ഇൻ തിയേറ്റേഴ്സ് എന്നേ പറയത്തുള്ളൂ. ഗംഭീര സാധനം, മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണേണ്ട ഒരു ഐറ്റമാണ് അജയൻ്റെ രണ്ടാം മോഷണം. പക്ഷേ എനിക്കൊരു പോരായ്മയായിട്ട് ഈ ഒരു സിനിമയിൽ തോന്നിയത്, ഈ ഒരു സിനിമയുടെ എല്ലാ പാർട്ടും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ടെക്നിക്കലി ആയാലും ഡയറക്ഷൻ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി, വിഷ്വലി ഗ്രാൻഡ് ആണ് പടം മുഴുവനും. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സ് എല്ലാം ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എവിടെയാണ് എനിക്കൊരു പോരായ്മ തോന്നിയതെന്ന് ചോദിച്ചാൽ, പടം മുഴുവൻ ഇങ്ങനെ കൊണ്ടുവന്ന ആ ഒരു ഹൈ മൊമെൻറ്റ്, ഒരുപാട് ഹൈ മൊമെൻറ്റ്സ് തരുന്ന, അല്ലെങ്കിൽ റൊമാൻറ്റിഫിക്കേഷൻ തരുന്ന, അല്ലെങ്കിൽ തിയേറ്റർ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരുപാട് സീൻസ് പടത്തിലുണ്ട്. പക്ഷേ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു പവർ, അത്രയും നേരം കൊണ്ടുവന്ന ആ ഒരു പവർ കിട്ടാതെ പോയ പോലെ ഉള്ളൊരു ഫീല്. പക്ഷേ തരക്കേടില്ലാത്തൊരു ക്ലൈമാക്സ് തന്നെയാണ് സിനിമയ്ക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതും. കിടിലനായിരുന്നു അറിയാം. പടം മൊത്തത്തിൽ ഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മറ്റേ ക്ലൈമാക്സിൻ്റെ കാര്യം എൻ്റെ പേഴ്സണൽ അഭിപ്രായമായിട്ട് കണ്ടാൽ മതി. ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് മിസ്സിങ് ആണ്, അങ്ങനെ ഒരു തോന്നൽ. ഒരു വാവ് ഫാക്ടർ ക്ലൈമാക്സിൽ കിട്ടിയില്ല എന്നുള്ള പോലെ ഉള്ളൊരു തോന്നൽ. പക്ഷേ പടം മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്തതും ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നേരത്തെ പറഞ്ഞത് ഒരു കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ പാക്കേജ് ആയിരുന്നെങ്കിൽ ഇതൊരു മിസ്റ്ററി ത്രില്ലറാണ്. കിഷ്കിന്ദ കാണ്ഡം, ആസിഫ് അലി എന്ന താരത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനെ അതിനൊരു അപ്രിസിയേഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. ഗംഭീര സ്ക്രിപ്റ്റ് സെലക്ഷനാണ്. നേരത്തെ തലൈവൻ, കൂമൻ, ഇപ്പോൾ ഈ പടം കിഷ്കിന്ദ കാണ്ഡം, ഒരു ഗംഭീര മിസ്റ്ററി ത്രില്ലറാണ് ഈ ഒരു പടം. ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ആസിഫ് അലി, പിന്നെ നമ്മുടെ വിജയരാഘവൻ, അശോകൻ, അപർണ ബാലമുരളി, ജഗദീഷ് തുടങ്ങിയവരൊക്കെ ഉള്ള ഒരു, അങ്ങനെ എടുത്തു പറയത്തക്ക ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. പക്ഷേ ഉള്ളവരെല്ലാം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ആസിഫ് അലി, പിന്നെ വിജയരാഘവൻ, രണ്ടുപേരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പെർഫോമൻസ് വൈസ് ഇറ്റ്സ് മാസ്റ്റർ പീസ്. പെർഫോമൻസ് വൈസ് മാത്രമല്ല കേട്ടോ, സ്ക്രിപ്റ്റും വേറെ ലെവൽ സാധനമാണ്. ഒരു കംപ്ലീറ്റ് മാസ്റ്റർ പീസ്. ഓക്കെ, ആ ഒരു രീതിയിൽ വിലയിരുത്താൻ സാധിക്കുന്ന ഒരു സിനിമ. ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സോട് എടുക്കുമ്പോഴത്തേക്കും ശരിക്കും നെഞ്ച്, ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും കണ്ടിരിക്കുന്നവൻ്റെ നെഞ്ച് പെടയുന്ന രീതിയിലുള്ളൊരു പടം. ഭയങ്കര സ്ലോ ആയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ ആ ഒരു കഥ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഭയങ്കര സ്ലോ ആയിട്ടാണ്. പക്ഷേ പ്രേക്ഷകനെ അത് പിടിച്ചിരുത്തുന്നുണ്ട് കാണാനായിട്ട്. ഇനി അടുത്തത് എന്താണ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പ്രേക്ഷകനെ ഈ ഒരു സിനിമ പിടിച്ചിരുത്തുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരങ്ങളുടെ കെട്ടഴിച്ച് പോകുന്ന രീതിയിലാണ് സിനിമ
അങ്ങനെ കെട്ടഴിഞ്ഞ് അവസാനത്തെ ആ ഒരു ട്വിസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ കണ്ടിരുന്ന എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ആ ഒരു രീതിയിലുള്ള ട്വിസ്റ്റും കാര്യങ്ങളും ആ ഒരു രീതിയിൽ നെഞ്ച് പിടയ്ക്കുന്ന രീതിയിലുള്ളൊരു ട്വിസ്റ്റൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. നമ്മൾ ആദ്യമേ ഈ ഒരു പടം തുടങ്ങുമ്പോഴത്തേക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ കണക്കിരുന്നാൽ പോലും ഈ ഒരു പടത്തിലേക്ക് നമ്മളെ കൂടി ഈ ഒരു പടത്തിലേക്ക് ആക്കി കളയുന്ന കണക്കാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ആയാലും സ്ക്രിപ്റ്റ് ആയാലും ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്. ആസിഫ് അലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അണ്ടർ റേറ്റഡ് ആണ്. ഓക്കെ, പുള്ളിക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ അർഹിക്കുന്ന കണക്കുള്ള സിനിമകളൊന്നും ഇപ്പോഴും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അപ്രിസിയേഷൻ ഇപ്പോഴും കിട്ടുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഈ ഒരു സിനിമയ്ക്കകത്ത് ഗംഭീര പെർഫോമൻസ് ആണ്. ഈ ഒരു സിനിമയ്ക്കകത്ത് പല സീൻസിനകത്തും ആസിഫ് അലി ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു സീനിനകത്ത് നിസ്സഹായതയും അതേ കണക്ക് ആശ്വാസവും സങ്കടവും എല്ലാം വരുന്ന രീതിയിലുള്ളൊരു സീൻ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അത് ഒരു മികച്ച നടനെ കൊണ്ട് മാത്രമേ ഇങ്ങനെ ചെയ്തു വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കിഷ്കിന്ത കാണ്ഡത്തെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും എല്ലാം എനിക്ക് വൻ നിരാശയായിരിക്കും മനസ്സിൽ വരാൻ പോകുന്നത്. കാരണം ഇത്രയും പോസിറ്റീവ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ട ഒരു തിയേറ്റർ, ആ തിയേറ്റർ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ തിയേറ്ററിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയിരിക്കുന്ന സ്ക്രീൻസ് എല്ലാം അങ്ങനെയാണ്. ഒരു ഡോൾബി അറ്റ്മോസ് 4K നല്ല ഒരു സ്ക്രീനിൽ ഇവിടെ കൊല്ലത്ത് ഈ ഒരു പടം കളിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ലടേ. എല്ലാം ചെറിയ, അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ചെറിയ സ്ക്രീനുകളിലൊക്കെയാണ് ഈ ഒരു സിനിമ കളിക്കുന്നത്. അത് ശരിക്കും വിഷമം തോന്നി. ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡോൾബി അറ്റ്മോസിൽ അല്ലെങ്കിൽ ഒരു ഹൗസ്ഫുള്ളായിട്ടിരുന്ന് ഈ ഒരു പടം കാണണമെന്നൊരു ആഗ്രഹം തോന്നി. പക്ഷേ ഞാൻ കാണാൻ പോയപ്പോഴത്തേക്കും 3, 4, 5 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതും ഭയങ്കര ഒരു നിരാശയായിപ്പോയി. കാരണം അങ്ങനെ ഒരു ഹൗസ്ഫുൾ തിയറിങ്ങോ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സിനിമയുടെ സക്സസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ഇത്രയും മികച്ച ഒരു പടം ആരും അക്സെപ്റ്റ് ചെയ്യാതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ഈ ഒരു സിനിമ അർഹിക്കുന്ന ഒരു റഷ് ഈ ഒരു പടത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ഇത്രയും മികച്ച ഒരു ക്രിയേഷന് ഒരു നല്ല സ്ക്രീൻ കിട്ടാതിരിക്കുമ്പോഴത്തേക്ക് ശരിക്കും വിഷമം തോന്നി. ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫി ഒക്കെ നല്ല മികച്ച രീതിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് പരിചിതമല്ലാത്ത അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി നടക്കുന്നത്. അതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ആണ് സിനിമ കണ്ടിരിക്കുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പം അത്തരത്തിൽ ഡോൾബി അറ്റ്മോസിലും അല്ലെങ്കിൽ 4K സ്ക്രീനിലൊക്കെ കാണേണ്ട ക്വാളിറ്റി ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട്. അപ്പം അത് ഈ ഒരു സിനിമ ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ വേർഡ് ഓഫ് മൗത്ത് വഴിയൊക്കെ കൂടുതൽ ആളുകൾ ഈ ഒരു പടം കാണാൻ വരികയും കൂടുതൽ നല്ലൊരു സ്ക്രീനിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും പടം കിടിലമാണ്, ഗംഭീര സാധനമാണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പൈസ നഷ്ടമായെന്നൊന്നും ഒരിക്കലും തോന്നത്തില്ല. മാത്രമല്ല ഒരു കിടിലൻ മിസ്റ്ററി ത്രില്ലർ കണ്ടതിൻ്റെ ഒരു ട്വിസ്റ്റും ടേൺസും ഒന്നും അറിയാതെ, ഞാൻ പറയുന്നതാണെങ്കിൽ ട്രെയിലർ പോലും കാണാതെ ഈ ഒരു പടത്തിന് കയറുക, എന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക. അമ്മാതിരി കിടിലൻ മിസ്റ്ററി ത്രില്ലറാണ് കിഷ്കിന്ത കാണ്ഡം. എന്തായാലും ഈ ഡയറക്ടറിൻ്റെ പേര് ഡിഞ്ചിത് അയ്യത്താൻ അങ്ങനെയാണെന്ന് തോന്നുന്നു വായിക്കുന്നത്. പുള്ളി കിടിലിനായിട്ട് പടം ചെയ്തു വെച്ചിട്ടുണ്ട്. മലയാളത്തിനൊരു പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കിടു വർക്ക്. ഇനി അടുത്തത് ഒരു ഒമർ ഫൺ. പേര് പറയുന്ന കണക്ക് തന്നെ ഒമർ ഫൺ, ബാഡ് ബോയ്സ്. ഓക്കെ, അത് പറയുന്ന കണക്ക് തന്നെ ഫണ്ണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. മൊത്തത്തിൽ വലിയ കഥയോ കാര്യങ്ങളോ ലോജിക്കോ അങ്ങനെ ഒന്നുമില്ലാതെ ചുമ്മാ കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ മൂഡിലുള്ള ഒരു സിനിമ, അതാണ് ബാഡ് ബോയ്സ്. റഹ്മാൻ, അതേ കണക്ക് ബാബു ആൻ്റണി, അങ്ങനെയുള്ള ആക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഗംഭീര മാസ് ലെവലിൽ ഈ ഒരു സിനിമയിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സ്വാഗും കാര്യങ്ങളൊക്കെ ബിഗ് സ്ക്രീനിൽ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ഫുള്ളി ഔട്ട് ആൻഡ് ഔട്ട് ഫൺ മോഡിൽ പോകുന്ന സിനിമയാണ്. അതിനകത്ത് കുറേയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. കുറേ റോസ്റ്റുകളുണ്ട്, അതേ കണക്ക് ട്രോൾസ്, അതേ കണക്ക് നമ്മുടെ എന്താ പറയുന്നത് കുറേ സ്പൂഫ് എലമെൻസുകൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതൊക്കെ ഏറെക്കുറേയും വർക്കൗട്ട് ആയിട്ടുണ്ട്. അതാണ് ഒരുപാട് വർക്കൗട്ട് ആയതും ആവാത്തതുമായിട്ടുള്ള കുറേ തമാശകൾ, അത് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സിനിമ. അതിൻ്റെ ഇടയിൽ കുറേ ആക്ഷൻസ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസിന് പറ്റിയ പാട്ടുകൾ, അങ്ങനെയൊക്കെ അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു ഫൺ മൂഡിൽ പോകുന്ന ഒരു സിനിമ, അതാണ് ബാഡ് ബോയ്സ്. ഇതിനകത്ത് കുറ്റം പറയാനായിട്ട് ഒന്നുമില്ലടേ. നമ്മുടെ ഒമർ ലുലുവിൻ്റെ ഇതിന് മുമ്പുള്ള പടങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ക്ലീൻ ആണ് കേട്ടോ. ഇതിന് മുമ്പ് ഇറങ്ങിയ പടങ്ങളൊക്കെ ഡബിൾ മീനിങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ഹാപ്പി വെഡ്ഡിങ്ങിൻ്റെ ലൈൻ പിടിച്ചിട്ടുള്ള അതേപോലത്തെ പടമാണെന്നല്ല, അതേ രീതിയിലുള്ളൊരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ എന്ന രീതിയിലുള്ള ഒരു ക്ലീൻ പടമാണ്. ഡബിൾ മീനിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്ലീൻ പടമാണ്. പിന്നെ കഥ എന്ന രീതിയിൽ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ ആലോചിക്കാൻ മാത്രമൊന്നുമില്ല. ഒരു ഫൺ മൂഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ, അത്രേ ഉള്ളൂ. അതിനകത്ത് കൂടുതൽ തലപോയിച്ച് ആലോചിക്കുകയൊന്നും വേണ്ട. ഇതിനകത്ത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഒരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. പുള്ളി താടി വെച്ചിട്ടുള്ളൊരു പോലീസ് ഓഫീസറാണ്. ഓക്കെ, അപ്പം അതിൽ നിന്ന് തന്നെ അതിൻ്റെ ലോജിക്കൊക്കെ മനസ്സിലാകുമല്ലോ. ആ ഒരു രീതിയിലുള്ളൊരു പടമാണ്. ഇതിനകത്ത് കൂടുതൽ ചിന്തിച്ച് ലോജിക്ക് കാര്യങ്ങൾ മണ്ണാങ്കട്ടാണെന്ന് ചിന്തിക്കാതെ ചുമ്മാ പോയിരുന്ന് കാണുവാണെങ്കിൽ ഒരു വട്ടം കണ്ടിരിക്കാവുന്ന ഒരു തിയേറ്റർ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ മോഡിലുള്ള ഒരു പടം, ആ ഒരു രീതിക്കേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത്
റിവ്യൂവേഴ്സിനെയൊക്കെ എന്താ പറയുന്നത് റോസ്റ്റ് ചെയ്യുന്ന സോക്കാൾഡ് റിവ്യൂവേഴ്സ് അല്ലാതെ നമ്മുടെ തിയേറ്ററിലൊക്കെ വന്നിട്ടുള്ള കുറേ റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ, തിയേറ്റർ റിവ്യൂ പറയുന്ന കുറേ ആൾക്കാർ, അതേ കണക്ക് നമ്മുടെ അശ്വന്ത് കൊക്ക്, അതേ കണക്കത്തുള്ള റിവ്യൂവേഴ്സിനെയൊക്കെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഒരു സിനിമയ്ക്കകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തു. അതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ഒമർ ലുലുവിന് ഒരു ഫൺ പടം ചെയ്യാൻ തോന്നി. അപ്പം പുള്ളിക്കാരൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഫൺ പടം. അതിനകത്ത് കുറേയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, കുറേയൊക്കെ വർക്കൗട്ട് ആകാതെ പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു കളർഫുൾ ഫൺ പടം. അതിൽ കൂടുതലൊന്നുമില്ല, അതിൽ കൂടുതലോ കുറവോ ഒന്നുമില്ല. ലോജിക്കൊന്നും കാര്യങ്ങളൊന്നും നോക്കാതെ പോയാൽ ചിലപ്പം ഇഷ്ടപ്പെടും ഒരു പടം, കൊള്ളാം. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഓണം വിന്നർ എന്ന് പറയാനായിട്ട് നോക്കുവാണെങ്കിൽ ക്വാളിറ്റി വൈസ്, മേക്കിംഗ് വൈസ്, തിയേറ്റർ എക്സ്പീരിയൻസ് വൈസ് ഞാൻ ആദ്യത്തെ 2 പടങ്ങൾ ചൂസ് ചെയ്യും. അതായത് ബോക്സ് ഓഫീസ് വൈസ് നമുക്കറിയത്തില്ല, ഇനി അങ്ങോട്ടുള്ള നേരത്ത് ഓഡിയൻസ് ഏത് പടമാണ് ചൂസ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സോ ഈ കണ്ട 3 പടങ്ങളിൽ എനിക്ക് ഏറ്റവും മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നത് അജയൻ്റെ രണ്ടാം മോഷണമാണ്. ഓക്കെ, അതൊരു തിയേറ്റർ മെറ്റീരിയലാണ് ആ ഒരു പടം. ആ ഒരു പടത്തിൽ ഒരുപാട് തിയേറ്ററിൽ എൻജോയ് ചെയ്യേണ്ട എലമെൻറ്റ്സ് ഉണ്ട്. അത് ആ ഒരു രീതിയിൽ എനിക്കൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ തന്നത്. തീർച്ചയായും നിങ്ങൾ ആ ഒരു പടം കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച തിയേറ്ററുകളിൽ തന്നെ കാണാൻ ശ്രമിക്കുക. 4K ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ അത്രമാത്രം ഇമ്പാക്റ്റ് തരാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കിഷ്കിന്ധാകാന്ഡം. ഒരു മിസ്റ്ററി പടം എന്ന രീതിയിൽ നിങ്ങൾ ഒരു എന്താ പറയുന്നത് സ്പോയിലേഴ്സും അറിയാതെ പോയിട്ട് ആ ഒരു പടം കാണുക. അതാണ് അതിൻ്റെ ഒരു സസ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഈ 2 പടങ്ങളാണ് എനിക്ക് ഏറ്റവും മികച്ചതെന്ന രീതിയിൽ നോക്കിയത്. മറ്റേതൊരു ഫൺ മോഡിൽ വെറുതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് നിങ്ങളുടെ അഭിപ്രായം കൂടെ, ഈ ഒരു പടങ്ങളൊക്കെ കണ്ടവർ കാണുമല്ലോ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.